നമസ്കാരം, ഞാൻ ആശ സുരേഷ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരുള്ള കണിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ഫിറോസ് സാറിൻ്റെയും ബബിത മാഡത്തിൻ്റെയും വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വിശേഷങ്ങളിലേക്ക് പോവാം. അതിനു മുന്നേ ഈ വീടിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഇത് എല്ലാ തവണയും കാണിക്കുന്ന ഒരു വീഡിയോ പോലെ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇതൊരു പുതിയ വീടല്ലായിരുന്നു, ഇത് റിനോവേറ്റ് ചെയ്ത് ആ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് ഒരു മോഡേൺ ലെവലിലേക്ക് മാറ്റിയെടുത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിനോവേഷൻ, ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കുറച്ച് എക്സ്റ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും, ഓപ്പൺ കിച്ചൺ ആക്കി, ക്ലോസ്ഡ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇൻബിൽട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മളുടെ ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളുടെ ഫാമിലി ലിവിങ്. ഫാമിലി ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ചൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഷേപ്പൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലെ ഒരു ബേ വിൻഡോ കോൺസെപ്റ്റിൽ സെറ്റ് ചെയ്തു. ദെൻ നമ്മളുടെ സോഫ സീറ്റിംഗ് ഒക്കെ, ഇവിടുത്തെ പഴയ സോഫ സീറ്റിംഗ് ഒക്കെ മാറ്റി പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുവന്നു. വോളിലൊക്കെ ചെറിയൊരു ഡെക്കറേറ്റീവ് വർക്കൊക്കെ കൊടുത്താണ് ഈ ഒരു ലിവിങ് ഏരിയ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സീലിംഗ് ആണ്. ഗോൾഡൻ എക്കർലിക്കും ജിപ്സവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സീലിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്ലയൻസിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ സാറിനും മാഡത്തിനും കുറച്ച് അട്രാക്റ്റീവ് ആവുന്ന രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ ഇവിടെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ. പിന്നെ ഇവിടുത്തെ ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിയിൽ കംപ്ലീറ്റ്ലി സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ത്രൂ ഔട്ട് ഏരിയ നമ്മൾ പാനൽ ചെയ്തിട്ട് ഒരു ഗ്ലോസി ലാമിനേറ്റും പിന്നെ ഗോൾഡൻ പ്രൊഫൈലും വെച്ചിട്ട് ഗ്രൂവും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫിനിഷസ് ഒക്കെ പോയിട്ടുള്ളത്. ഇവിടെ കൂടുതലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം തന്നെ ഗോൾഡൻ ഫിനിഷിലുള്ള പ്രൊഫൈൽ ഹാൻഡിൽസ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ കംപ്ലീറ്റ്ലി മിക്സപ്പ് ആണ്, പല കളേഴ്സ് മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ്. വുഡൻ ഷെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ്, ലൈറ്റ് ഗ്രേ, എല്ലാം ഒരു പാസ്റ്റൽ ഷെയ്ഡിൻ്റെ മിക്സാണ് നമ്മളുടെ ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് കളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഫാമിലി ലിവിങ്ങിലേക്കുള്ള ഒരു എൻട്രിയാണ്. അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോമൺ വുഡ് ഷെയ്ഡായ 444 എന്ന് പറയുന്ന ഷെയ്ഡ് വെച്ചിട്ടാണ് ഈ ഒരു പാനലിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്രൊഫൈൽ ലൈറ്റ് എൻട്രി ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലൊരു COD ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിലൊക്കെ ശ്രദ്ധിച്ചറിയാം, ഇതൊരു മാനുഫാക്ചറർ ചെയ്ത് ആ ഒരു സ്പെഷ്യൽ ടൈപ്പിലുള്ള രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡിലൊക്കെ മേക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ നമ്മളുടെ ഡൈനിങ്ങിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു GIയിലുള്ളൊരു പാർട്ടീഷൻ, ഇവിടെ ഫ്ലൂട്ടഡ് ഗ്ലാസും ഒക്കെ വെച്ചിട്ടുള്ളൊരു പാർട്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്പ്ലേ വിത്ത് സ്റ്റോറേജ്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ ഒരുപാട് കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ഒരുപാട് ക്യൂരിയോസും കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേ വേണം എന്നുള്ളത്. അതിനുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഫുൾ ഡിസ്പ്ലേ ഒന്നും സെറ്റിങ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അവർ ഈ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതൊക്കെ ഡിസ്പ്ലേയിലേക്ക് ആവാൻ ടൈം എടുക്കും. അപ്പോൾ ഈ യൂണിറ്റ് പൊതുവെ അതിന് വേണ്ടിയിട്ടൊരു ഡിസ്പ്ലേ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് വോള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ടെക്സ്ചർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഒരു TV വെക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനും ഒരു പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ. ഇവിടെ നമ്മൾക്ക് 8 സീറ്ററിൻ്റെ ടേബിളും ചെയറും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു വോള് നമ്മൾ പകുതി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഈ വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂവേഴ്സും വെയിൻസ്കോട്ടും ടെക്സ്റ്ററും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ പർഗോളയുടെ അവിടെ നിന്നൊരു നല്ലൊരു ഷാൻലിയർ ലൈറ്റൊക്കെ കൊടുത്ത് എൻ്റയർ ഏരിയ, ഇത് കൺജസ്റ്റഡ് ആയിരുന്നു കുറച്ച് ആദ്യം, അതൊക്കെയൊക്കെ മാറ്റി ഒരു ഓപ്പൺ സ്പേസ് എന്നുള്ളൊരു രീതിയിലേക്ക് ആക്കി ആ ഒരു കൺജസ്റ്റഡ് ഫീലൊക്കെ മാറ്റിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഇത് ടോട്ടലി ഒരു കണക്ടിവിറ്റി കിട്ടും ഫാമിലി മൊത്തത്തിൽ. ഇപ്പോൾ ലിവിങ്ങിലായാലും അതുപോലെ തന്നെ ഡൈനിങ്ങിലായാലും കിച്ചണിലായാലും ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ടൊരു നല്ല കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പോയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മെയിൻ ഏരിയയാണ് നമ്മളുടെ കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ കിച്ചൻ്റെ എൻട്രി ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾക്ക് അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്,
അതുപോലെ തന്നെ കിച്ചൻ്റെ എൻട്രി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു പാർട്ടീഷൻ, ഒരു വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ, ഇത് നമ്മളുടെ PVD കോട്ടിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റീലിൽ PVD കോട്ടിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ വരുത്തുന്നതാണ്. അളവൊക്കെ കൊടുത്തിട്ട് അത് മേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുത്തുന്ന ഒരു പാർട്ടീഷനാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ ഒരു ക്രോക്കറി ഷെൽഫൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കിച്ചൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇതൊരു അക്രലിക് മെറ്റാലിക് ഫിനിഷുള്ള ഒരു ഗോൾഡൻ ഷാമ്പെയിൻ മെറ്റാലിക് ഫിനിഷാണ്. വിത്ത് നമ്മളുടെ അലൂമിനിയം ഫ്രെയിമും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ലൈറ്റിങ്ങും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആംബിയൻസ് വളരെ കൂടുതലാണ്. ഒരു വൈറ്റും ഗോൾഡൻ ഷാമ്പെയിനും മിക്സ് ആയിട്ടുള്ള ഒരു പാലറ്റിംഗ് ആണ് നമ്മളിവിടെ കിച്ചണിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഓവൻ ഉണ്ട്, അത് കംപ്ലീറ്റ്ലി കൺസീൽഡ് ഓവനാണ്. അതിൽ സ്റ്റോറേജ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബോഷിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ്. 90 സെൻറ്റിമീറ്ററിൻ്റെ ബോഷിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ്. അതിൻ്റെ താഴത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സറീസ് ആസ് യൂഷ്വൽ നമ്മളുടെ എല്ലാ സൈറ്റിലും കൊടുക്കുന്ന പോലെ തന്നെ ഹെറ്റിച്ചിൻ്റെ ടോപ്പായിട്ടുള്ള ആ ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള കിച്ചൺ ആക്സസറീസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ. പിന്നെ ഇതിൻ്റെ കോർണർ ഷെൽഫ് മൊത്തം യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും എല്ലാം ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. സിങ്ക് ഇവിടെ സിംഗിൾ ബൗളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു 2 കിച്ചൺ, വർക്കിംഗ് കിച്ചനും ഉണ്ടായിരുന്നു ഇവിടെ. അത് രണ്ടിനെയും ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ കിച്ചണാക്കി മാറ്റിയപ്പോൾ പക്ഷെ അതിനൊരു ഡിവിഷൻ വേണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഇപ്പുറത്ത് നമ്മൾ വർക്കിംഗ് കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇവിടെ വേറൊരു സിങ്ക്, കംപ്ലീറ്റ് മാജിക് സിങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിങ്ക് ഉണ്ട്. സ്പേസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കോർണർ യൂണിറ്റ് ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും മാക്സിമം സ്റ്റോറേജ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ GTPT നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ വാഷ് ഏരിയയുടെ മുകളിൽ. അപ്പോൾ GTPT ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനും ഉള്ളൊരു സ്പേസ് കണ്ടിട്ടാണ്. അപ്പോൾ 2 കിച്ചൺ ഒരൊറ്റ കിച്ചണാക്കി മാക്സിമം യൂട്ടിലിറ്റി കൂട്ടുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് 2 ഓവനാണ് ഇവിടെ, ബോഷിൻ്റെ ആണ്. 2 ഓവൻ കൊടുത്തിട്ടുണ്ട്. OTG മൈക്രോവേവ് ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ്, വലിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്, അടിയിലും നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. പിന്നെ ഉള്ളത് നമ്മളുടെ ഇവിടെ ഒരു ക്രോക്കറിയാണ്. ക്രോക്കറി നമുക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഇട്ടിട്ട് ഉള്ള ഒരു ക്രോക്കറി ഷെൽഫാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ മാക്സിമം സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ കിച്ചൺ നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റെയർ ഏരിയയുടെ അടിഭാഗം എപ്പോഴും ക്ലോസ് ചെയ്തിടുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ സ്റ്റോറേജ് സ്പേസിൻ്റെ ഒപ്പം തന്നെ ഒരു ഓപ്പൺ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അതിനൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആക്കിയത്. ഇതിവിടെ ഒരു COD ആണ്. ഇതിൻ്റെ ലെഗ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രോപ്ലേറ്റ് ചെയ്തെടുത്തതാണ്. 2 COD കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ഭാഗമായതുകൊണ്ട് സ്റ്റോറേജും വേണം, പ്ലസ് എന്താ പറയുക, ഒന്ന് ഹൈലൈറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ കൊടുത്തു. അതുപോലെ ഈ വോളിലും ടെക്സ്ചർ കൊടുത്തു. ഇത് നമ്മളുടെ ഒരു DB പാനലാണ്. അപ്പോൾ അതിനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഈ വീടിൻ്റെ ഒരു റൂമിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ എല്ലാതും നമ്മൾ ചെയ്തിട്ടില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു റിനോവേഷൻ ആണെന്ന്. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ പഴയ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഇമോഷണലി അറ്റാച്ച്മെൻ്റുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ വാർഡ്രോബ് നമ്മൾ പുതിയത് ചെയ്തതാണ്. ഇവിടെ ഗ്ലോസി ലാമിനേറ്റും ഒക്കെ വെച്ചിട്ട് ആവശ്യമുള്ള ഒരു 2 ഡോർ വാർഡ്രോബാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബട്ട് ബെഡ് കോട്ട് നമ്മൾ ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി വുഡിൻ്റെ ബെഡ് കോട്ട് ഉണ്ട്. അതിനെ അപ്പോൾസറി കവർ ചെയ്ത് ഒരു മേക്ക് ഓവർ ചെയ്ത് പുതിയൊരു ട്രെൻഡി മോഡേൺ ലെവലിലേക്ക് ആക്കി മാറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഇപ്പോൾ സീലിംഗ് വർക്ക് ആയാലും അതുപോലെ തന്നെ ഹെഡ് ബോർഡിൻ്റെ ബാക്ക് വോളിലുള്ള പാനലിങ്, അതെല്ലാം നമ്മൾ സൈഡ് ടേബിൾസും ഒക്കെ ചെയ്ത് ടോട്ടലി ഇതിനെ ഒരു മോഡേൺ ലെവലിലുള്ള പുതിയൊരു ബെഡ്റൂം കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാവുന്ന രീതിയിലാണ്. ഒരു തീം എന്ന് പറയുന്നത് ഒരു ഗ്രീൻ തീമാണ് ഇവിടേക്ക് എടുത്തേക്കുന്നത്. ഡാർക്ക് തീമാണ് നമ്മൾ ബെഡ് കോട്ടിന് എടുത്തിട്ടുള്ളത്. അതുപോലെ ലൈറ്റ് അതിൻ്റെ ഓഷ്യൻ ഗ്രീൻ പോലത്തെ ഒരു കളർ പാറ്റേൺ ആണ് നമ്മൾ വാർഡ്രോബിനും സൈഡ് ടേബിൾസിനും ഒക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. ബാക്ക് വോളിലത്തെ പെയിൻ്റ് ആണെങ്കിലും ആ ഒരു പാറ്റേൺ നമ്മൾ കൊടുത്തു. സീലിങ്ങും ട്രൂ സീലിങ്ങും അതുപോലെ ജിപ്സം സീലിങ്ങും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലെ മെയിൻ നമ്മൾക്ക് ഇവിടെ എടുത്തിരിക്കുന്ന പാലറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബീജും വൈറ്റും ഒക്കെ മിക്സ് ചെയ്യുന്ന ഒരു ലൈറ്റ് പാലറ്റിംഗ് ആണ് എടുത്തിട്ടുള്ളത്. സീലിംഗ് ആസ് യൂഷ്വൽ നമ്മൾ ജിപ്സം പ്ലെയിൻ സീലിംഗും അതിൽ ട്രൂ സീലിംഗും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാർഡ്രോബ് ഒരു ഷട്ടർ ഡിസൈനൊക്കെ ഒരു ഗ്രൂവും വൈറ്റും നമ്മളുടെ ഇവിടുത്തെ സെയിം പാലറ്റിംഗ് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നമ്മളുടെ വാർഡ്രോബ് അതിൻ്റെ ലോഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ബെഡ് കോട്ടിൻ്റെ ബാക്ക് വോള് ഇതിൻ്റെ പാനലിംഗ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ മിറർ എക്കർലിക് ഉണ്ട്. അതുപോലെ പ്രൊഫൈല് ഗോൾഡൻ പ്രൊഫൈല് വൈറ്റ് ഗ്ലോസി ലാമിനേറ്റ് ഇത് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡും മൾട്ടിവുഡും മിക്സിംഗ് ആണ്. കാരണം ഈ ഭാഗത്തൊക്കെ സ്ട്രെങ്ത് വേണ്ടുന്ന ഏരിയയിൽ നമ്മൾ പ്ലൈ കൊടുക്കും, അതല്ലാത്ത ഭിത്തിയോട് ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ മൾട്ടിവുഡാണ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഹെഡ് ബോർഡ് അപ്പോൾസറി തന്നെയാണ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ തന്നെ നമ്മളുടെ ബെഡ് കോട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ ബെഡ് കോട്ടിനെ റീമോഡലിംഗ് ചെയ്തെടുത്തതാണ് നമ്മൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ലെവലിലേക്ക് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഡ്രസ്സിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിങ് ഏരിയയിൽ നമ്മളൊരു ഡ്രോവർ ഉണ്ട് സ്റ്റോറേജ് സ്പേസിന് വേണ്ടി. അതുപോലെ നമ്മൾക്ക് സിറ്റിങ്ങിൻ്റെ ഒരു സിറ്റിംഗ് കൗച്ച് ഉണ്ട്. അതുപോലെ ഫുൾ ഒരു ലോങ് മിറർ ഉണ്ട്. എച്ചിങ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്ത് നമുക്കൊരു സ്റ്റോറേജ്, ഒരു ഓപ്പൺ സ്റ്റോറേജ് അവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ഓപ്പൺ സ്റ്റോറേജ് നമുക്ക് ബോട്ടം ലെവൽ വരെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ടേബിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ഡ്രോവറും അതിൻ്റെ സ്റ്റോറേജും ഒക്കെ ഉള്ള ഒരു രീതിയിൽ ഒരു ലൂവർ വെച്ചിട്ടുള്ള ഒരു പാനലിങ്ങും മുകളിൽ അപ്പർ ലെവലിൽ ഒരു സ്റ്റോറേജ് സ്പേസും പുഷ് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിളിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൂം അത്യാവശ്യം എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കളർ പാലറ്റിങ്ങും ആയാലും ഫർണിച്ചറിൻ്റെ സൈസൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ സ്റ്റെയർ ഏരിയ. ഇപ്പോൾ സ്റ്റെയർ ഏരിയ കയറി വരുന്ന ആ ഒരു വോളെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വെയിൻസ്കോട്ടിൻ്റെ 2 ലൈൻ വെച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ്. ത്രൂ ഔട്ട് എല്ലാ ആ കണ്ടിന്യൂസ് ആ വോള് കംപ്ലീറ്റ്ലി വെയിൻസ്കോട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ FF ബെഡ്റൂം 1. അപ്പോൾ ഇവിടെ നമ്മളൊരു ലാവൻഡർ കളറും വൈറ്റും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ട്രാക്ക് ലൈറ്റും കോബും ഒക്കെ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടുത്തെ വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ഡോർ വാർഡ്രോബും ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടി അതായത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്പേസ് അത് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാ സ്റ്റോറേജും ഇപ്പോൾ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സിങ് കളർ പാലറ്റിംഗ് ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആയാലും ബെഡ് കോട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്ന വുഡിൻ്റെ ബെഡ് കോട്ടിനെ മാറ്റി അപ്പോൾസറി ഫിനിഷ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ് കോട്ട് ഈ ഒരു ലെവലിലേക്ക് മാറ്റിയത്. അതിന് സൈഡ് ടേബിൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരുപാട് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും എല്ലാ റൂമുകളിലും ഇല്ല. ആവശ്യത്തിനുള്ള റിക്വയർമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളും മാത്രമേ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഇതിവിടുത്തെ കിഡ്സ് ബെഡാണ് കേട്ടോ. ഈ റൂമിലത്തെ പാലറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് ടച്ചുള്ള ഒരു ലൈറ്റ് പാസ്റ്റൽ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലത്തെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ് കോട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വുഡൻ ബെഡ് കോട്ടിനെ നമ്മൾ മാറ്റി അപ്പോൾസറിയൊക്കെ കൊടുത്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ 2 സൈഡ് ടേബിൾ നമ്മൾ തന്നെ മേക്ക് ചെയ്തു. രണ്ടാമത് ഇതിൻ്റെ ബാക്ക് വോളാണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ. ഇവിടുത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നമ്മൾ ഇതിൻ്റെ ചാർക്കോൾ പാനൽ വെച്ചിട്ട് പാനൽ ചെയ്തു. സെൻറ്റർ ഭാഗം മൊത്തം നമ്മൾ മിറർ അക്രിലിക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ലൈൻസ് പോലെ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ പ്രൊഫൈലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഏരിയ അനുസരിച്ച് 2 ഡോർ വാർഡ്രോബേ പറ്റുള്ളൂ. അപ്പോൾ 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബ് കൊടുത്തു. ഷട്ടറൊക്കെ നമ്മളൊരു ഡിസൈനൊക്കെ വെച്ച് ഗ്രൂ ചെയ്തിട്ടുള്ള ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് എല്ലായിടത്തും ചെയ്ത പോലെ ആസ് യൂഷ്വൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ജിപ്സം സീലിങ്ങും അതുപോലെ അതിൻ്റെ ലൈറ്റും കൊടുത്തു. ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റൂമിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്.
സ്പെക്ട്ര ഡെക്കോർ ആക്ച്വലി ഞാനൊരു ഫ്രണ്ട് ത്രൂ ആണ് കണക്ട് ചെയ്ത് കിട്ടിയത്. എനിക്ക് ജസ്റ്റ് ഒരു കോൺടാക്ട് നമ്പർ കിട്ടിയതാണ്. അങ്ങനെയാണ് ഞാൻ സ്പെക്ട്ര ഡെക്കോറിനെ കോൺടാക്ട് ചെയ്തത്. പിന്നെ ഞാൻ വേറെ എവിടേക്കും കോൺടാക്ട് ചെയ്തില്ല, വേറെ ഒരു ഡെക്കോർ കമ്പനി ആയിട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇമീഡിയറ്റ്ലി തന്നെ ഞങ്ങളത് കോൺട്രാക്റ്റിലേക്ക് പോവുക ചെയ്തത്. വിത്തിൻ 2-3 ഡേയ്സ് നമ്മൾ കോൺട്രാക്ട് ചെയ്തു. എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ഒരു ഐഡിയയാണ് അവർക്ക് ആദ്യം പറഞ്ഞു കൊടുത്തത്. ആ ഐഡിയ തന്നെ അവർ ഡയറക്റ്റ്ലി ആ പിക്ചറിൽ കൊണ്ടുവന്നു. ഇപ്പോൾ അത് ഫിനിഷ് ചെയ്തപ്പോഴും സെയിം ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഡ്രോബാക്കും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഡിസൈൻ ഞാനവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തു, ഇങ്ങനെയൊക്കെ വേണം. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഡിസൈൻ ചെയ്ത് എനിക്ക് തന്നത്. നമ്മൾ നമ്മുടെ ഐഡിയ പോലെ തന്നെ നല്ല പ്ലാനോട് കൂടി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ കിച്ചണായാലും മറ്റുള്ള എല്ലാ ബെഡ്റൂം, എല്ലാ മാസ്റ്റർ ബെഡ്റൂം ആയാലും ലിവിങ് ഹാള്, ഡൈനിങ് ഹാൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ ഭംഗിയായിട്ട് ഡെക്കോറുകാർ നമുക്ക് ചെയ്തു തന്നു. വളരെയധികം സന്തോഷമുണ്ട് അത് കാരണം. അപ്പോൾ ഇന്നത്തെ ഇൻറ്റീരിയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ പുതിയ വീഡിയോയും സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.